അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, 1924 മുസ്ലിം ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ വച്ച് ആലുവയിൽ ജന്മമെടുത്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത കൂട്ടായ്മയുടെ ചരിത്രത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1920-കൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പല നിലക്കും സവിശേഷമാണ്. 1924 എന്ന വർഷത്തെ നമ്മൾ പ്രത്യേകമായി എടുത്താൽ തന്നെ കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമാകുന്നു. ആലുവയിൽ തന്നെ നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അവ കൊടുമ്പിരി കൊള്ളുന്നു. അവിടെ ഒരു സർവമത സമ്മേളനം നടക്കുന്നു. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ആലുവയും പരിസര പ്രദേശങ്ങളുമെല്ലാം കീഴാള വിമോചനത്തിൻ്റെ ഉണർത്തുപാട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് അവയിൽ നിന്ന് തീർത്തും വേറിട്ടതല്ലാത്ത രീതിയിൽ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഉലമാ പ്രസ്ഥാനം ആലുവയിൽ ജന്മം കൊള്ളുന്നത്. ആ ഉലമാ പ്രസ്ഥാനം അന്ന് മുതൽ കേരളത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്നത് ഏത് തരത്തിലുള്ള ധർമ്മങ്ങളാണ് എന്ന് കേരളത്തിലെ പൊതുചരിത്രകാരന്മാർ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നാരായണ ഗുരുവിനെ പോലുള്ള ഒരു സന്യാസി അദ്വൈത വേദാന്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു നവോത്ഥാന ദർശനം പഠിക്കപ്പെട്ടതുപോലെ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയ നവോത്ഥാനം വേണ്ട വിധത്തിൽ വായിക്കപ്പെടുകയോ പഠിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിലുണ്ടായ ഏറ്റവും സമഗ്രമായ നവോത്ഥാന പ്രക്രിയ, ഏറ്റവും വിമോചനാത്മകമായ നവോത്ഥാന പ്രക്രിയ, പ്രത്യേകിച്ചും ആത്മീയമായ ശാക്തീകരണത്തിൻ്റെയും വിമോചനത്തിൻ്റെയും തലമെടുത്താൽ ഏറ്റവും ഉജ്ജ്വലമായ നവോത്ഥാന പ്രക്രിയ, ആ കാലഘട്ടത്തിലുണ്ടായ കുറേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സാധ്യമായത് മുസ്ലിം ഐക്യസംഘത്തിൻ്റെയും കേരള ജമിയത്തുൽ ഉലമയുടെയും എല്ലാം പ്രവർത്തകർക്കാണ് എന്നതാണ് വസ്തുത. അത് അവരുടെ വലിപ്പം കൊണ്ടല്ല, അവരുടെ ആരുടെയെങ്കിലും ബുദ്ധി കൊണ്ടല്ല, ആരുടെയെങ്കിലും വ്യക്തിമാഹാത്മ്യം കൊണ്ടല്ല, മറിച്ച് അവർ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആദർശത്തിൻ്റെ ശക്തി കൊണ്ടാണ് എന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം. ആ ആദർശത്തെ എന്തുമാത്രം ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നു എന്നതാണ് നമ്മൾ തീർച്ചയായും അന്വേഷിക്കേണ്ടത്. 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘം RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ ജന്മമെടുക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോവുകയല്ല. 2025 നമ്മൾ ഒരു 100ാം വാർഷിക സമ്മേളന വേദിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു നൂറ്റാണ്ട് തികഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം അതൊരു നൂറ്റാണ്ട് കൊണ്ട് വളർത്തിയെടുത്ത വെറുപ്പിന്റെ സാമ്രാജ്യം, അതൊരു നൂറ്റാണ്ട് കൊണ്ട് ഇവിടെ വിതച്ച വിഘടനത്തിന്റെ, വിഭജനത്തിന്റെ, പരസ്പരമുള്ള അകൽച്ചയുടെ വിത്തുകൾ, ആ വിത്തുകൾ വളർന്ന് വൻ വൃക്ഷങ്ങളായി അത് ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെ കൈയടക്കി ഈ നാട്ടിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുവാനുള്ള പദ്ധതികൾക്ക് മൂർച്ച കൂട്ടി ഇസ്ലാമിനു വേണ്ടി നിലനിൽക്കുന്നതും ഇസ്ലാമിനു വേണ്ടി സംസാരിക്കുന്നതും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നതുമെല്ലാം ഇന്ത്യയിൽ അസാധ്യമാണ് എന്ന തരത്തിലുള്ളൊരു പ്രതീതിയുണ്ട്
ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷത്തിന് മുൻപിലേക്ക് തിരിഞ്ഞു നോക്കി ഈ ആദർശത്തിന്റെ പ്രബോധനത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്നത്. നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മൾക്ക് പറയാൻ കഴിയും, ഇവിടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടെ വെറുപ്പാണ് വിതച്ചതെങ്കിൽ, ഇവിടെ പരസ്പരമുള്ള വിദ്വേഷമാണ് വിതച്ചതെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന്റെ ആദർശത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് തന്നെ മനുഷ്യ നന്മയുടെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ പാഠങ്ങളാണ് ഈ പ്രസ്ഥാനം കേരളത്തെ ഓതിക്കേൾപ്പിച്ചത് എന്ന് മാത്രമല്ല, ആധുനിക കേരളം നിർമ്മിക്കപ്പെട്ടതിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസം വളർന്നതിൽ, ഇവിടെ മനുഷ്യർക്ക് പുരോഗതി ഉണ്ടായതിൽ, അതിലെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ വലിയ സംഭാവനകൾ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം അഭിമാനത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ സാക്ഷികളാവുക എന്നത്, അതിന്റെ പ്രബോധകരാവുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിപ്പോ ഒരു പണ്ഡിത സമ്മേളനമാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളാണ്. നമ്മൾ പാണ്ഡിത്യത്തെ കുറിച്ചാണ്, വിജ്ഞാനത്തെ കുറിച്ചാണ്, സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളേജ്, ഇൻഫർമേഷൻ. അത് വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിവിന്റെ പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുന്നു. മാനവരാശി ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിജ്ഞാനത്തിന്റെ പുതിയ പുതിയ തലങ്ങൾ കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിൽ ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നീ ചോദിക്കുക, പറയുക, പ്രഖ്യാപിക്കുക, ആളുകളോട് ആരായുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? നമ്മൾക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള വചനം. അവിടെ ആ ഖുർആൻ വചനങ്ങൾ അവയുടെ പൂർണ്ണതയിൽ നമ്മൾ പരിശോധിക്കുക. ഖുർആൻ അവിടെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ചില മനുഷ്യരുണ്ട്, അവർ അള്ളാഹുവിനെ അവർക്ക് പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറി കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മറക്കും. അല്ലാഹുവല്ലാത്ത വേറെ ആരെയൊക്കെയോ അവർ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. എന്നാൽ അങ്ങനെയല്ല രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ, അള്ളാഹുവിനോട് യഥാർത്ഥത്തിലുള്ള സമർപ്പണം കാണിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അത് ചോദിക്കുന്നത്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആനികമായ വീക്ഷണത്തിൽ എല്ലാ അറിവുകളും മൂല്യമുള്ളതാണെങ്കിലും ആ അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ളത് മൗലികമായ വിജ്ഞാനം, അടിസ്ഥാനപരമായ അറിവ് എന്ന് പറയുന്നത് തൗഹീദിനെ സംബന്ധിച്ച അറിവാണ്. ആ അറിവില്ലെങ്കിൽ മറ്റെല്ലാ അറിവുകളും വ്യർത്ഥമാണ്. ഇത് പണ്ഡിതന്മാരുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, പണ്ഡിതന്മാർ ഒരു നൂറ്റാണ്ടായി നടത്തുന്ന പ്രയാണം എന്ന് പറയുമ്പോൾ, ആ അറിവിനെയാണ് ഈ പണ്ഡിത പ്രസ്ഥാനം അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിച്ചത്. ആ അറിവിനെയാണ് പ്രസരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ആ അറിവിൽ അഭിമാനം തോന്നാൻ, ആ അറിവിൽ അപകർഷത തോന്നാതിരിക്കാൻ, ആ അറിവ് അഭിമാനത്തോടുകൂടി ലോകത്തിന് മുന്നിൽ നിവർത്തി വെക്കാൻ നമ്മൾക്ക് എത്ര കാലം കഴിയുന്നുവോ അത്രത്തോളം നമ്മൾക്ക് ഇസ്സത്ത് ഉണ്ടാകും. നമ്മളുടെ ഇസ്സത്ത് അതിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ, പണ്ഡിത പാരമ്പര്യം എന്ന് പറയുമ്പോൾ, അത് കേവലം വളരെ സുഖകരമായ ഒരു പാതയിലൂടെ കടന്നു വന്ന ഒരു പാരമ്പര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത അറിവുകൾ, മനുഷ്യരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത അറിവുകൾ, ആ അറിവുകളാണ് ഏറ്റവും മൂല്യമുള്ള അറിവുകൾ എന്ന് മനസ്സിലാക്കി ആ അറിവുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കിതാബിന്റെയും സുന്നത്തിന്റെയും കൂടെ ആർജവത്തോടുകൂടി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുഴുവൻ കുറെ പണ്ഡിതന്മാർ നിലനിന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയങ്ങൾ ആ ധവളിമയോടുകൂടി സംരക്ഷിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ വിജ്ഞാനം നേടണം, നിനക്ക് വിവരമുണ്ടാകണം, അല്ലാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന വിവരം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അള്ളാഹുവിനെ കുറിച്ച് വിവരമുണ്ടാവുക എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ വിജ്ഞാനം ഉണ്ടാകാനുള്ള സൗഭാഗ്യം ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അറിയുക, ആ വിവരം ലോകത്ത് നിലനിന്നതിന് പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ത്യാഗമുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഖുർആനിനും സുന്നത്തിനും ഇല്ലാത്ത പരിചയമില്ലാത്ത വാദങ്ങൾ അദ്ദേഹം
അദ്ദേഹം കേൾക്കുന്നു. അദ്ദേഹം ആ വാദങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഭരണകൂടം അദ്ദേഹത്തെ തുറുങ്കിലടക്കുന്നു, അദ്ദേഹത്തെ ചാട്ടവാറിനടക്കുന്നു, അടിക്കുന്നു. ചാട്ടവാറിന്റെ അടികളേറ്റു പുളയുമ്പോഴും പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഞാൻ കണ്ടത് ഇങ്ങനെയല്ല, അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ചാട്ടവാറടികൾ ഭയന്ന് അത് മാറ്റി പറയുവാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ അബ്ബാസി ഭരണകൂടം അഹ്മദ് ബിൻ ഹംബലിനെ പീഡിപ്പിക്കുമ്പോൾ അബ്ബാസി ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചെറിയൊരു രാജ്യം ഭരിക്കുന്ന ചെറിയൊരു നാട്ടുരാജ്യമല്ല, ലോകത്തെ അടക്കി ഭരിക്കുന്ന മഹാസാമ്രാജ്യമാണത്. പിന്നീട് നമ്മളെ യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടുള്ള സാമ്രാജ്യം, ബഗ്ദാദ് എന്ന് പറയുന്ന നഗരത്തെ കെട്ടിപ്പടുത്ത് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ ചാട്ടവാറുകൾ ദുർബലനായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വന്നു വീണിട്ടും ഇല്ല, അള്ളാഹുവിന്റെ കിതാബിലും പ്രവാചകന്റെ സുന്നത്തിലും ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് എന്നൊരു മനുഷ്യൻ ഒറ്റക്ക് പൊരുതി നിന്ന് പറഞ്ഞപ്പോൾ അതിന് ഫലമുണ്ടാവുകയായിരുന്നു. പിന്നീട് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അഹ്ലുസുന്ന എന്ന് പറയുന്ന ഒരു വഴിത്താര മൂർത്തമായി തീരുകയായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമുക്കറിയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മഹാപണ്ഡിതനായിരുന്നു. പക്ഷേ ആ പണ്ഡിതനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സുഖവാസമല്ല ലഭിച്ചത്, അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ആഘോഷങ്ങളല്ല ലഭിച്ചത്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക എന്ന് പറയുന്നത്, സിയാറത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ്. പക്ഷേ ആ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ മക്കബറയിൽ നിങ്ങൾ പോയി അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്, നിങ്ങളും മരിച്ചു പോകാനുള്ളവരാണ് എന്ന ബോധം ഉൾക്കൊള്ളലാണ്. അതിനു പകരം മക്ബറകളെ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതകരമായ ശക്തിവിശേഷങ്ങളുള്ള കേന്ദ്രങ്ങളാക്കി മനസ്സിലാക്കി അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക്, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയാൻ കഴിയുമെന്ന് വിചാരിച്ച് അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ച കാര്യമാണ് എന്ന് ഫത്വ കൊടുത്തതിന്റെ പേരിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിച്ചത് തടവറയാണ്. ആ തടവറയിൽ ദമസ്കസിലെ ദിമഷ്കിലെ ആ കോട്ടയിൽ ഇബ്നു തൈമിയ്യ അടക്കപ്പെടുന്നു. 1-2 മാസങ്ങളല്ല, നമ്മൾ 2 വർഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഇബ്നു തൈമിയ്യ ആ ജയിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ തൂലിക പിന്നെയും ചലിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം ആരുടെയെങ്കിലും പ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് ആ വിഷയത്തിൽ തുടർന്നെഴുതുന്നു. ഒടുവിൽ അദ്ദേഹം മരണപ്പെടുന്നതിന്റെ 1 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ പേന പോലും അധികാരികൾ വാങ്ങിവെക്കുന്നു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ആ കോട്ടയുടെ ഏകാന്തതയായിരിക്കില്ല, അവിടുത്തെ തടവറയായിരിക്കില്ല, ആ കോട്ടയിൽ അദ്ദേഹത്തിന് കൂട്ടായ പേന വാങ്ങിവെച്ചതായിരിക്കും ഇബ്നു തൈമിയ്യക്ക് യഥാർത്ഥത്തിൽ വലിയ പീഡനമായിട്ടുണ്ടാവുക എന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. അവിടെ കിടന്നാണ്, അതിനുള്ളിൽ കിടന്നാണ് ഇബ്നു തൈമിയ്യ മരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ വാഴ്ത്തുന്ന ഒരു മഹാനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഒരു തടവറയിൽ കിടന്ന് മരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്, കിതാബിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾ ഉറക്കെ പറഞ്ഞത് കൊണ്ടാണ്. അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പണ്ഡിത പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്രിയമായ സത്യങ്ങൾ, അസുഖകരമായ സത്യങ്ങൾ, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കണ്ടെത്തിയ സത്യങ്ങൾ, ആ സത്യങ്ങൾ ജനങ്ങൾ ഹാരാർപ്പണം ചെയ്യില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ, ജനങ്ങൾ പൂവും പൂമാലയും ഇട്ട് സ്വീകരിക്കില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ അള്ളാഹുവിനോടുള്ള കടപ്പാടിന്റെ പേരിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ അന്നത്തെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയാൻ മടിച്ച സത്യങ്ങൾ ആർജവത്തോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങളെ സ്നേഹപൂർവ്വം ഗുണകാംക്ഷാപൂർവ്വം എണ്ണി എണ്ണി പറഞ്ഞു പഠിപ്പിച്ച ഒരു പണ്ഡിത പാരമ്പര്യത്തെ കുറിച്ചാണ്, ഒരു വിപ്ലവ സംഘത്തെ കുറിച്ചാണ്, ഒരു ധൈര്യത്തിന്റെ മറുവാക്കിനെ കുറിച്ചാണ്, ഒരു ആർജവത്തിന്റെ ആവർത്തിച്ചുള്ള പെയ്ത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പണ്ഡിതന്മാർ സ്വന്തം ജീവിതം കൊണ്ട് ഈ ഇൽമ് പ്രസരിപ്പിക്കുകയായിരുന്നു, ആ ഇൽമിന്റെ കാവൽക്കാരായി മാറുകയായിരുന്നു. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ മുസ്ലിം പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സന്ദേശം ഓതിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു എന്നല്ല, അതൊരു വിശുദ്ധ വചനമാണ്. കേരളത്തിലെ നവനാസ്തികർക്കറിയുമോ, ഇവിടുത്തെ യുക്തിവാദികൾക്കറിയുമോ, നിങ്ങൾ ബുദ്ധിജീവിതത്തിന്റെ അപ്പോസ്തലന്മാരായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെറുപ്പ് 24 മണിക്കൂറും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയാത്തവരല്ല ഇവിടെയുള്ള മലയാളികൾ ആരും എന്ന ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. ക്രിസ്റ്റഫർ
ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെ അമേരിക്കയിൽ ഭരണകൂട മർദ്ദനങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന, മുതലാളിത്ത നയങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന, സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന ഒരു മനുഷ്യൻ, ടോണി ബ്ലെയറിന്റെ, ജോർജ് ബുഷിന്റെ ഭീകരതാ വിരുദ്ധ യുദ്ധം എന്ന ഓമന പേരിട്ടുകൊണ്ട് നടന്ന ഇസ്ലാം വിരുദ്ധ കുപ്രചാരണങ്ങളുടെ മെഗാഫോണായി സ്വയം മാറിയ ഒരു കാലാവസ്ഥയുണ്ട്. അധികാരം അവിടെയാണ്, ഭരണം അവിടെയാണ്, സ്വാധീനം അവിടെയാണ്. ചെറുത്തുനിൽപ്പിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് സ്വന്തം ബുദ്ധിയെ, തലച്ചോറിനെ അധികാരത്തിന് വിറ്റ, അതിനു പകരം പണം വാങ്ങിയ ഒരുപാട് ബുദ്ധിജീവികൾ ലോകത്തെങ്ങോളം ഇങ്ങോളം ഉണ്ടായി. ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലൊരാൾ, അയാൾ വലതുപക്ഷ വംശീയ നവനാസ്തികതയുടെ അപ്പോസ്തലനായി ലോക ഭൂപടത്തിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടത് ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയുടെ മാറ്റം, ആഗോളതലത്തിലുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയുടെ മാറ്റം അതറിയാത്തവരല്ല മനുഷ്യർ. അതിനൊപ്പിച്ച് താളം തുള്ളി യുക്തിവാദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കേട്ടാലറക്കുന്ന തെറി പറയലാണ് എന്ന് വിചാരിക്കുന്ന, വിദ്വേഷം അത് ശ്വസിക്കുകയും അത് തന്നെ കുടിക്കുകയും അത് തന്നെ ഛർദ്ദിക്കുകയും ചെയ്യലാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ച, അതിന് വമ്പിച്ച സമ്മേളനങ്ങൾ നടത്തുന്ന അവർ സ്വന്തം ഭൂതകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നവനാസ്തികർ കേരളത്തിന് ഈ വെറുപ്പല്ലാതെ, ഈ വിദ്വേഷമല്ലാതെ എന്തെങ്കിലും ഒരു സംഭാവന, എന്തെങ്കിലും ഒരു സൃഷ്ടിപരമായ സംഭാവന, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഇത്രയും കാലത്തിനിടക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അവരാലോചിക്കണം. പക്ഷേ നിങ്ങൾ തെറി പറയുന്ന ഈ ആദർശമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശം, അതിന്റെ വാഹകരായി നിലകൊണ്ടവർ, അതിന്റെ പ്രബോധകരായി നിലകൊണ്ടവർ, അവർ തണൽ മരങ്ങളായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തണൽ മരങ്ങൾ. അവിടെ നല്ല വചനത്തിന്റെ ഉപമയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? വക്കം മൗലവി മുതലുള്ള ആളുകൾ, മാഹിൻ ഹമദാനി തങ്ങളെ പോലുള്ള ആളുകൾ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള ആളുകൾ, KM മൗലവിയെ പോലുള്ള ആളുകൾ, ഈ മൊയ്തു മൗലവിയെ പോലുള്ള ആളുകൾ, നിങ്ങൾ പരിഹാസത്തോടുകൂടി, പുച്ഛത്തോടുകൂടി നിങ്ങൾ പറയുന്ന ഈ മതപണ്ഡിതന്മാരില്ലേ, പാവം മതപണ്ഡിതന്മാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അറിവ് മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ പോലും ഞാൻ പറയുന്നു, അവരുടെ വിയർപ്പിന്റെ തരികൾ കേരളം എന്ന് പറയുന്ന ഈ ഒരു പൊതുനിർമ്മിതി അതുണ്ടായി വന്നതിൽ അവിടെയെല്ലാം പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതിൽ, ആധുനിക വിദ്യാഭ്യാസം വളരുന്നതിൽ അവർ വഹിച്ച പങ്കിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് ഒരു ഭൗതികവാദിക്കും നിഷേധിക്കാൻ കഴിയില്ല, ഒരു യുക്തിവാദിക്കും നിഷേധിക്കാൻ കഴിയില്ല. അവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ്. നിങ്ങൾക്ക് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയണോ? കോഴിക്കോട്ടുകാരെ, ഇവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ, ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ, ബ്രിട്ടീഷുകാരോട് പോർനിലങ്ങളിൽ പോരാടി നിന്ന സമര പോരാളിയായ ഒരു മനുഷ്യൻ, ദേശീയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ, ഈ കോഴിക്കോട് നഗരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമാക്കാൻ മുന്നിൽ നടന്നൊരു മനുഷ്യൻ, കണ്ണംപറമ്പ് മക്ബറയിൽ കബറടക്കപ്പെട്ടിട്ടുള്ള ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം കോഴിക്കോടിന് നൽകിയ നായകത്വത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ആ മനുഷ്യന്റെ പ്രമേയത്തിൽ പിറന്നു വീണ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണിത്. മുസ്ലിം ഐക്യ സംഘവും കേരള ജംഇയ്യത്തുൽ ഉലമയും അൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഒരു ആനുകാലികം നടത്തിയിരുന്നു. ആ ആനുകാലികത്തിന്റെ പത്രാധിപരുടെ പേരുകൂടിയാണ് ഈ മൊയ്തു മൗലവി എന്ന് പറയുന്നത്. സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന പേരിൽ മൊയ്തു മൗലവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ വലുപ്പം അറിയാവുന്നവർ ദയവ് ചെയ്ത് അതുകൂടി വായിച്ചു നോക്കണം. സലഫിയത്തിന്, സലഫി ആശയത്തെ അതിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ, അതിനെ വക്രീകരിക്കുവാൻ, ചിത്രവധം നടത്താൻ, അതിനെ അപകടകരമായ എന്തോ ആശയമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അവർ വായിക്കണം മൊയ്തു മൗലവിയുടെ ചരിത്രം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 1921 മലബാറിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ സംഭവങ്ങൾക്കിടക്ക് നമ്മളൊരു മനുഷ്യനെ കാണണം. KM മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ, തിരൂരങ്ങാടിക്കാരനായ മഹാപണ്ഡിതൻ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉടലും ഉയിരുമായിരുന്ന മനുഷ്യൻ. ആ KM മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പറയണം. ഇവിടെ ദേശീയതയെക്കുറിച്ച് വലിയ പ്രഘോഷണങ്ങൾ നടക്കുന്നു. ദേശീയത മസിൽ വരിപ്പിച്ച് അത് ഒരു തരത്തിലുള്ള ഭീകരമായ എന്തോ ആക്കി അതിനെ ഫാഷിസം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ദേശീയതയെക്കുറിച്ചല്ല, ദേശത്തിന് ഉപകാരപ്പെടുന്ന ഒരു ദേശീയത, ആ ദേശീയതയുടെ സന്ദേശവുമായി ഇതാ ഈ തെരുവുകളിൽ നടന്നത് ഈ മൊയ്തു മൗലവിയാണ്, KM മൗലവിയാണ്. ഹോം റൂൾ ലീഗ് കാലത്ത് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദേശീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് KM മൗലവി ആ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, കോഴിക്കോട്ട് പ്രസംഗിക്കുന്നുണ്ട്. 920 മുമ്പാണിത്. ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതു
നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പാണിത്. ഞാൻ ചോദിക്കുന്നത്, ആരെയാണ് നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ രാജ്യത്തോടുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കുന്നത്? ആരോടാണ് നിങ്ങൾ മതസൗഹാർദ്ദത്തെ പറ്റി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്? ആനി ബസന്റിന്റെയും കേശവമേനോന്റെയും മാധവൻ നായരുടെയും ഗാന്ധിയുടെയും ഗോഖലയുടെയും എല്ലാം ആശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഓടി നടന്നത് ഇതാ നിർമ്മലമായ വിശ്വാസമുണ്ടായിരുന്ന KM മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അവിടെ വളരെ കൃത്യമായി KM മൗലവി 1921 മലബാർ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എഴുതി വെച്ചിട്ടുണ്ട്. KK മുഹമ്മദ് അബ്ദുൽ കരീം മാഷ് അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഡയറി കുറിപ്പ് പോലെ KM മൗലവി അതിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്. അതിൽ KM മൗലവി വളരെ കൃത്യമായി പറയുന്ന, അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ലൈനുണ്ട്. അദ്ദേഹം പറയുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് ആ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാണ് എന്ന നിലപാടാണ് KM മൗലവി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹവും ഈ മൊയ്തു മൗലവിയും വക്കം മൗലവിയും ഹമദാനി തങ്ങളും എല്ലാം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വക്താക്കളായി തീർന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. അവർ ഈ പ്രവർത്തനങ്ങളുമായി ഇതിലെ കടന്നു വന്ന സമയത്ത് അതിനെ എതിർത്തവരുണ്ടായിരുന്നു, അതിനെ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു. ഒരു വലിയ വിഭാഗം മതപണ്ഡിതന്മാർ ഇത് നമ്മൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിരുന്നു. ദേശീയത, മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങളുമായി ഇതേപോലെ ഒരു സംഘാടനം, അതിലേക്ക് മുസ്ലിങ്ങൾ പോകരുത് എന്ന് വിചാരിച്ച മതപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഈ പറയുന്ന പണ്ഡിതന്മാർ, അവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പൊളിറ്റിസൈസ് ചെയ്തത്, രാഷ്ട്രീയവൽക്കരിച്ചത്, രാഷ്ട്രീയം പഠിപ്പിച്ചത്, ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾക്ക് അവരെ സജ്ജരാക്കിയത്. പക്ഷേ അത് പറയുന്നതിന്റെ കൂടെ തന്നെ KM മൗലവി പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയ പാതയിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു യഥാർത്ഥത്തിൽ ആയുധമെടുത്തുകൊണ്ടുള്ള 1921 പോരാട്ടമെന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ഗവൺമെന്റിന്റെ താല്പര്യമായിരുന്നു എന്നാണ്. ഇവിടുത്തെ മാപ്പിളമാർ, പാവപ്പെട്ട മാപ്പിളമാർ, അവരൊന്ന് ആയുധമെടുത്ത് കിട്ടണം, ആയുധമെടുത്തിട്ട് വേണം അവരെ അടിച്ചമർത്താൻ, അവരെ കശക്കിയെറിയാൻ, അവരെ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ എന്ന് ക്രൂരമായി ചിന്തിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ആയുധമെടുത്തപ്പോൾ വിജയിച്ചത് എന്ന് വേദനയോടുകൂടി KM മൗലവി അതിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സ്വബർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ആശയമുണ്ട്. അദ്ദേഹവും മൊയ്തു മൗലവിയും അബ്ദുറഹ്മാൻ സാഹിബും പോലുള്ള ആളുകൾ അവർ അന്ന് മലബാറിലെ ഗ്രാമങ്ങളിലേക്ക്, തിരൂരങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ പറഞ്ഞു, ഒരിക്കലും ആര് പ്രകോപിച്ചാലും എത്ര പ്രകോപിപ്പിച്ചാലും നിങ്ങൾ ആയുധമെടുത്ത് പോരാടരുത്. അതിന് പിറകെ ഗവൺമെന്റിന്റെ അതിഭീകരമായ സപ്രഷൻ വരും. നിങ്ങൾക്ക് സ്വബർ എന്ന് പറയുന്ന, ക്ഷമ എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മൾ പലതരത്തിലുള്ള മർദ്ദനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ആ സ്വബറിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ സ്വബറിലൂടെയുള്ള ഒരു പ്രതിരോധം, ആ പ്രതിരോധത്തിന് നിങ്ങൾ സന്നദ്ധമായാൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഗവൺമെന്റിന് കഴിയില്ല എന്ന് അദ്ദേഹം അവരെ ഉപദേശിച്ച കാര്യം അദ്ദേഹം പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, KM മൗലവി ചൂണ്ടിക്കാണിച്ചത് ഒരു മധ്യമ പാതയാണ്. ഒരു വഴി ഇവിടെ ഉണ്ടായിരുന്നത്, ഒരു രാഷ്ട്രീയവുമില്ലാതെ, ഗവൺമെന്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റും ഉയർത്താതെ, ഒരു തരത്തിലുള്ള എതിർപ്പും ഉയർത്താതെ, ഗവൺമെന്റിന്റെ വിനീത വിധേയ ദാസരായി, ജനാധിപത്യത്തിൽ ഒരു അശ്ലീലമായി, ഒരു വാഴ്ത്തുപാട്ടു സംഘമായി മാറുക എന്നൊരു ലൈൻ. രണ്ടാമത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് ആയുധമെടുത്തുകൊണ്ട് ഗവൺമെന്റിനോട്, അത് അതല്ലാതെ ഗത്യന്തരമില്ല എന്ന് കരുതിയ, എന്ന് തോന്നിയൊരു സന്ദർഭത്തിലാണ് അവർ ആയുധമെടുത്തത്. അത് വേറെ വിഷയം, ഞാൻ അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല പോകുന്നത്. ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടം അത് നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നൊരു ലൈൻ. KM മൗലവി ഈ രണ്ട് ലൈനിനെയും നിരാകരിച്ചുകൊണ്ട് അരാഷ്ട്രീയതക്കും സായുധ സമരത്തിനും ഇടക്കുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ വഴിത്താര KM മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ ആ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കും. നമ്മൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അതിന്റെ ആരവങ്ങൾ ഉയരുന്നു, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. നമ്മൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, കേരളത്തിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഇപ്പോഴൊരു രാഷ്ട്രീയ നയം പിന്തുടരുന്നുണ്ടെങ്കിൽ, അവർക്കൊരു ദിശാബോധമുണ്ടെങ്കിൽ, ആ ദിശാബോധത്തിനൊരു വ്യക്തതയുണ്ടെങ്കിൽ അത് KM മൗലവി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് ഉണ്ടായി വന്ന വ്യക്തതയാണ് എന്ന് അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ആ നിലപാടിന്റെ വികാസങ്ങളാണ്, അതിന്റെ അനുരണനങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളുടെ ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. അതിൽ നിന്ന് നമ്മൾക്കുള്ള
നീക്കിയിരിപ്പ എന്താണ് എന്ന കാര്യം മാത്രം നമ്മൾ മറക്കാതിരിക്കുക. അവർക്ക് ഈ നന്മകൾ മുഴുവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ഈ വിപ്ലവം മുഴുവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് നമ്മൾ മറക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന വെളിച്ചത്തെ അഭിമാനത്തോടുകൂടി അവർ കയ്യിൽ പിടിച്ചതുകൊണ്ടാണ്, അതിനാണ് മൂല്യമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിലാണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഏത് തരത്തിലുള്ള അപകർഷതയുടെ തലച്ചുമടുകൾ ആരൊക്കെ നമ്മുടെ തലയിൽ വെച്ച് തരാൻ ശ്രമിച്ചാലും ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിന്റെ വാക്യമാണ്, അത് മാത്രമാണ് നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്നത് എന്ന ബോധ്യത്തോടുകൂടി ആ പണ്ഡിതന്മാരിൽ നിന്ന് ആ ആശയത്തെ ഏറ്റുവാങ്ങാനും നെഞ്ചോട് ചേർക്കാനും അങ്ങനെ തന്നെയുള്ള ജീവിച്ചു മരിച്ചു പോകാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ സമാപന പ്രഭാഷണം നിർവഹിച്ച മുസ്തഫ തൻവീറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്.